ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ സ്നാപകൻ്റെ ജനന തിരുനാൾ. രക്ഷകനായ ക്രിസ്തുവിന് വഴിയൊരുക്കിയവൻ. സ്നാപക യോഹന്നാൻ്റെ ചരിത്രത്തിലുള്ള ഈ സ്ഥാനം പരിഗണിച്ചുകൊണ്ടാണ് സഭ ഇന്ന് യോഹന്നാൻ്റെ ജനന തിരുനാൾ മഹോത്സവമായി ആചരിക്കുന്നത്. ഇത് വചനത്തിൻ്റെ മഹോത്സവമാണ്. ക്രിസ്തുവിൻ്റെ ആഗമനത്തെക്കുറിച്ച് യൂദയായിൽ പ്രഘോഷിക്കപ്പെട്ട വചനത്തിൻ്റെ മഹോത്സവം. എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ വഴിയൊരുക്കുവാൻ വന്നതാണ് ഞാൻ എന്ന വിശുദ്ധൻ്റെ ഈ വാക്കുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിനീത സ്വഭാവത്തെ വ്യക്തമാക്കുന്നു. അവസാനം ക്രിസ്തുവിന് മുന്നോടിയായി ലോകം ഈ യോഗ്യവര്യനെ തിരിച്ചറിഞ്ഞു. ജീവിതത്തിൽ എന്ന പോലെ മരണത്തിലും യോഹന്നാൻ ക്രിസ്തുവിന് മുന്നോടിയാണ്. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ യോഹന്നാനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: മറ്റൊരു ക്രിസ്തു എന്നാണ്. അപരനു വേണ്ടി സ്വയം ഇല്ലാതാകുന്ന ജീവാർപ്പണത്തിൻ്റെ ആത്മീയതയാണ് വിശുദ്ധ യോഹന്നാൻ. വിശുദ്ധ യോഹന്നാനെ പോലെ ക്രിസ്തുവും അവിടുത്തെ സുവിശേഷവും നമ്മുടെ ജീവിതത്തിൽ വളരാനും വളർത്താനും വിനയത്തോടെ പ്രവർത്തിക്കാം. ജീവിതത്തിലെ കുന്നുകൾ നിരത്താൻ വളഞ്ഞ വഴികൾ നേരെയാക്കാം. വിശുദ്ധനെ പോലെ നമുക്കും ചെറുതാകാം. സ്നാപക യോഹന്നാനോട് ചേർന്ന് നിന്ന് നമുക്കും പറയാം: ക്രിസ്തു വലുതാകണം, ഞാൻ ചെറുതാകണം. ദൈവം നമ്മെ നയിക്കട്ടെ. ആമേൻ.